ഇന്നും ബഹുമാനപ്പെട്ടവരുടെ ഈ ഉറൂസ് മുബാറക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് അപശബ്ദങ്ങൾ ഉണ്ടാവും. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയുടെ മഖാമിന്റെ ഉറൂസ് മാത്രമല്ല, കേരളത്തിൽ എവിടെയൊക്കെ മഖാമുകളുടെ ഉറൂസുകൾ നടക്കുന്നുണ്ടോ അപ്പോഴേക്കും ഇറങ്ങാൻ ചില വാറോലകൾ കടന്നു വരും. ബിദ്അത്താണ് ഉറൂസുകൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. ഞാൻ അതേ സംബന്ധിച്ചുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ തിരിച്ചറിയാൻ ഒരു ഉൾക്കാഴ്ച, അകക്കണ്ണ് ഇവർക്കല്ല കൊടുത്തിട്ടില്ല എന്നതാണ് അവരുടെ ഈ ജഹാലത്തിന്റെ വർധനവ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ നമുക്ക് തൽക്കാലം വിടാം. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് അറിയാൻ സാധ്യമല്ല. ഔലിയാക്കന്മാരെ അറിയൂ. ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂഫി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ടവർ ശരീരത്തിൽ ഡ്രസ് ധരിക്കാറില്ല. കൽപ്പറ്റങ്ങാടിയിലൂടെ ഡ്രസ് ധരിക്കാതെ നടന്നു പോകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പോലും അങ്ങനെ തന്നെ അദ്ദേഹം വിവസ്ത്രനായി നടക്കുമ്പോ ഒരു ദിവസം പറഞ്ഞു അത്രേ, ഒരു ടെക്സ്റ്റൈൽസ് ഉടമയുടെ തുണിഷാപ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു അത്രേ, ഒരു തുണിക്കഷ്ണം താ, ഞാൻ എന്റെ ഔറത്ത് മറക്കട്ടെ, ഒരു മനുഷ്യൻ വരുന്നുണ്ട് എന്ന്. നാട്ടുകാർക്കത് ആദ്യത്തെ അനുഭവമാണ്. അന്ന് വരെ അവർക്കില്ലാത്തൊരു ശബ്ദം ബഹുമാനപ്പെട്ട സൂഫി ഉസ്താദിന്റെ വാക്കിൽ നിന്നുകൊണ്ട്. നാട്ടുകാർ പറഞ്ഞു, എന്താണ്, ആരാണ് മനുഷ്യൻ? അദ്ദേഹം വരുന്നുണ്ട്, ഇപ്പൊ കൽപ്പറ്റ എത്തും, അതുകൊണ്ട് ഞാൻ എന്റെ നഗ്നത മറക്കട്ടെ, മനുഷ്യർ കാണുമ്പോൾ നഗ്നത പ്രദർശിപ്പിക്കുന്നത് ഹറാമാണ്, ഞാൻ ഉടുമുണ്ടുടുക്കട്ടെ. അവസാനം അദ്ദേഹം ഫുൾ ഡ്രസ്സിലായി, തലമറച്ചു, ഭംഗിയായ വസ്ത്രം ധരിച്ചു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ കൽപ്പറ്റയിൽ വന്നിറങ്ങി ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി നവറല്ലാഹു മർഖദഹു. ഔലിയാക്കന്മാരെ അറിയൂ എന്നതിന്റെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ അറിവില്ലാത്തവർ അവരവരുടെ പണിയെടുത്താൽ മതി, ആരിഫീങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് വളരെ എളിമയോടെ അത്തരക്കാരോട് സൂചിപ്പിക്കുകയാണ്. അപ്പൊ സൂഫി ഉസ്താദ് തുണിയെടുക്കലില്ല, ഒരിക്കൽ മുമ്പ് തുണിയെടുത്തു കാണുന്ന CM വരുന്നുണ്ട്. അപ്പൊ രണ്ടാളും കൂടി കഴിച്ചിടേണ്ട ആവശ്യമില്ല, രണ്ടാൾ കഴിച്ചിട്ട് വേണ്ട, അതുകൊണ്ട് ഞാൻ തുണിയെടുക്കുകയാണ്.